ആരോഗ്യത്തെക്കാളും വലിയ നിഅമത്തുണ്ടോ മുഅ്മിനെ? ആരോഗ്യം നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലും കൂടെയാണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും. ഈ പ്രത്യേകമായൊരു ദുആ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജനങ്ങൾ പൈസ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, ജനങ്ങൾ സ്വർണവും വെള്ളിയും കാശും ഒരുമിച്ച് കൂട്ടാൻ നടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന ചിലത് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ഭൂമിയെ ആകാശ ലോകവുമായി ബന്ധിപ്പിക്കാൻ. അല്ലാഹുവിന്റെ ദീൻ നമ്മൾ ഈ ലോകത്തിന്റെ ഈ വർണ്ണശബളതയിൽ കുടുങ്ങി നമ്മുടെ പരലോകം മറന്നു പോവാതിരിക്കാൻ, ആകാശ ലോകവുമായി ഭൂമിയെ ബന്ധിപ്പിക്കാൻ, നമ്മുടെ കൈകളെ സ്വർഗലോകത്തിലേക്ക് ഉയർത്താൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് പഠിച്ചു വെക്കണം. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ശദ്ദാദ്, ശദ്ദാദ് ഇബ്നു ഔസേ, ഇദാ റഅയ്ത الناس يكنزون الذهب والفضة, ജനങ്ങൾക്ക് പൈസ ഉണ്ടാവുകയാണെങ്കിൽ ചിലരുടെ ബിസിനസ്സുകൾ ഉഷാറാകും, ചിലത് പൊട്ടിപ്പോകും. നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ അള്ളാഹുവിന്റെ ഖലാ മറ്റൊന്നായിരിക്കും. ചില ആളുകൾക്ക് ഒരുപാട് കാശുണ്ടാവും. അപ്പൊ അങ്ങനെ പറയും, എന്താ കാശല്ലേ, 4 മക്കള് 5 മക്കള്, 2 ആള് 1 ആള്, അയാൾക്ക് അവിടെ ജോലി, ഇവിടെ ബിസിനസ്, അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി. അപ്പൊ മനസ്സിലിങ്ങനെ അസൂയ വരും. അസൂയ വരാതിരിക്കൂല മനുഷ്യന്മാരായ, പക്ഷെ അസൂയ പറയരുത്. അസൂയക്കനുസരിച്ച് ഒന്നും ചെയ്തു പോകാനും പാടില്ല. മനസ്സിൽ അസൂയ വരാതിരിക്കണമെങ്കിൽ അമ്മ മലക്കളൊക്കെ വേണ്ടി വരും. മനസ്സിനുള്ളിൽ ചെറുതായിട്ടെങ്കിലും ഒരു കുശുമ്പ് വരും. എന്റെ ഒപ്പം പഠിച്ച ആളല്ലേ, എന്റെ നാട്ടുകാരനല്ലേ, അവരൊക്കെ എന്തായിരുന്നു ഒരു അവസ്ഥ, നമ്മുടെ വീട്ടിൽ നിന്നല്ലേ കഞ്ഞി കുടിച്ചു പോയിരുന്നത്, അപ്പൊ അവരൊക്കെ ഏത് അവസ്ഥയിലെത്തി എന്നൊക്കെ പറയില്ലേ ആൾക്കാരെ പറ്റി. ശദ്ദാദേ, ജനങ്ങൾ കാശുണ്ടാക്കുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ജനങ്ങളെ വെള്ളിയും സ്വർണവും ഒരുമിച്ച് കൂട്ടുകയാണെന്ന് കരുതി ശദ്ദാദേ നിങ്ങളുടെ കൈകളിൽ വെക്കാൻ ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന വാക്കുകൾ നിങ്ങൾ സമ്പാദിച്ചേക്കണം. ജനങ്ങൾ കാശുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ സമ്പാദിച്ചേക്കണം, നിങ്ങളുടെ സമ്പാദ്യം ഇതാകണം എന്ന് പറഞ്ഞ് എന്നോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നു എന്ന് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر والعزيمة على الرشد وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. ഇത് കയ്യിൽ വെച്ചാൽ എത്രയായിരം കോടി കയ്യിലുള്ള മനുഷ്യനെക്കാളും ശദ്ദാദേ നിങ്ങളുടെ കയ്യിലുള്ളതിനാണ് വിലയുള്ളത്. അതുകൊണ്ട് മറന്നു പോവരുത് ശദ്ദാദ് എന്ന് പറഞ്ഞ് എന്നോട് നബി തങ്ങൾ പഠിപ്പിച്ച വാക്കുകളാണ്. ജനങ്ങളുടെ കാശുണ്ടായിട്ട് ആ കാശിലേക്ക് നോക്കിയിട്ട് നീ അസൂയപ്പെടേണ്ട, അതിൽ നോക്കിയിട്ട് സങ്കടപ്പെടുകയും വേണ്ട. അവരതുണ്ടാക്കിക്കോട്ടെ, നിങ്ങൾക്ക് സമ്പാദിക്കാൻ ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. എന്താണ് ആ വാക്കുകൾ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر. അല്ലാഹുവേ, ദീനിന്റെ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നൽകണമേ. ഒരു കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മനക്കരുത്തോടുകൂടെ അതിലേക്ക് ഇറങ്ങാനുള്ള മനക്കരുത്ത് തരണേ റബ്ബേ. ഇടറാതിരിക്കാം, വസ്വാസ് വരാതിരിക്കാം. വഅസ്അലുക ശുക്ര നിഅമതിക്, റബ്ബേ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. വഹുസ്ന ഇബാദതിക്, നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് നൽകണമേ. നല്ല നിലക്ക് ഇബാദത്ത്, വെറുതെ നിസ്കരിച്ചു പോരല്ല. വഅസ്അലുക ഹുസ്ന ഇബാദതിക് വഅസ്അലുക ഖൽബൻ സലീമാ. അല്ലാഹുവേ, ചില റിവായത്തിൽ ഖൽബൻ സാലിമ എന്നുണ്ട്. വഅസ്അലുക ഖൽബൻ സലീമ, അല്ലാഹുവേ മോശപ്പെട്ട ചിന്തകളില്ലാത്ത മനസ്സ് നൽകണമേ. മോശപ്പെട്ട ചിന്തകളില്ലാത്ത മനസ്സ്. വഖൽബൻ വലിസാനൻ സ്വാദിഖാ, സത്യം മാത്രം പറയുന്ന നാവ് നൽകണമേ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അല്ലാഹുവേ നിനക്കറിയുന്ന എല്ലാ ഖൈറും എനിക്ക് നൽകണമേ. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, എനിക്കറിയാത്ത എത്രയോ ഷർറുകൾ ഉണ്ടാകാം, നീ കാവൽ നൽകണമേ. വഅസ്തഗ്ഫിറുക ലിമാ തഅലം,
ഞാൻ മറന്നുപോയത് എന്നാൽ നീ മറക്കാതിരിക്കുന്ന എത്രയോ എന്റെ തെറ്റുകളുണ്ടല്ലാ, എനിക്ക് മാപ്പ് നൽകണമേ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാം അറിയുന്നവനല്ലയോ റബ്ബേ, എല്ലാം അറിഞ്ഞതും രഹസ്യവും അറിയുന്നവനല്ലയോ അല്ലാഹ്. എന്താണ് ഇതിൽ ഉൾപ്പെടാതെ പോയത്? ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാതെ പോയത് എന്താ? എല്ലാം ഉണ്ടല്ലേ. ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നീ നൽകണമേ എന്നതിനർത്ഥം. വൽ അസീമത അലർ റുഷ്ദ് വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക വഅസ്അലുക ഖൽബൻ സലീമാ വലിസാനൻ സ്വാദിഖാ വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം വഅസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാണ്, ഇത് സമ്പാദിക്കാൻ മറന്നുപോവല്ലേ, ഇത് ചൊല്ലാൻ മറന്നുപോവല്ലേ. ജനങ്ങൾ കാശുണ്ടാക്കിയാൽ എന്താണ്, നിങ്ങൾക്ക് ദാരിദ്ര്യമാണെങ്കിലും ഈ വചനങ്ങൾ കയ്യിലുള്ള കാലത്തോളം നിങ്ങൾ മുതലാളിയാണ്. ഇത് നിങ്ങളുടെ കൈകളിലുണ്ടോ? ജനങ്ങൾ എന്ത് കാശുണ്ടാക്കിയാൽ എന്താ, നിങ്ങളോളം അവരുടെ കയ്യിൽ കിട്ടില്ല. അല്ലാഹുവിന്റെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നൽകണേ. വൽ അസീമത അലർ റുഷ്ദ്, തന്റെ ഇടത്തോടുകൂടെ മനക്കരുത്തിൽ ജീവിക്കാൻ തൗഫീഖ് തരണേ. വഅസ്അലുക ശുക്ര നിഅമതിക, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള കഴിവ്. വഹുസ്ന ഇബാദതിക, നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, മനോഹരമായ ഇബാദത്ത് എന്ന വാക്കിനർത്ഥം. വഅസ്അലുക ഖൽബൻ സലീമാ, ഒരു കറയുമില്ലാത്ത ഹൃദയം നൽകണേ. വലിസാനൻ സ്വാദിഖാ, നല്ല സത്യസന്ധമായ നാവ് നൽകണമേ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, നീ അറിയുന്ന എല്ലാ ഖൈറും നൽകണേ റബ്ബേ. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, നീ അറിയുന്ന എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ നൽകണമേ. വഅസ്തഗ്ഫിറുക ലിമാ തഅലം, നീ അറിയുന്ന എത്രയോ എന്റെ തെറ്റുകൾ ഒരുപക്ഷേ ഞാൻ പോലും മറന്നുപോയത്, അല്ലാഹുവേ മാപ്പ് നൽകണേ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞു കിടക്കുന്നതും അറിയുന്നവനല്ലയോ അല്ലാഹ്, എല്ലാം മറഞ്ഞു കിടക്കുന്നതും അറിയുന്നവനല്ല റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണമേ. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.